Hello all, welcome back to our English class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NAUSലെ പ്ലസ് ടുവിലെ തേർഡ് ചാപ്റ്ററാണ്. അപ്പോൾ അതിൻ്റെ പേര് റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. ഇതിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ പേരല്ല റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ പഠിച്ചു കഴിയുമ്പോഴേക്ക് നമുക്ക് ഒരു പാസേജ് തന്നിട്ട് അതിന് ക്വസ്റ്റ്യൻസിന് എങ്ങനെ ആൻസർ ചെയ്യാമെന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളൊരു ഹെഡിങ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതാണ് ഇവിടെ ഈ ഒരു ഒബ്ജക്റ്റീവ്സിൽ അവർ കൊടുത്തിട്ടുള്ളത്. അണ്ടർസ്റ്റാൻഡ് ഷോർട്ട് തീം ബേസ്ഡ് പാസേജസ്, ആൻസർ ക്വസ്റ്റ്യൻസ് ഓൺ ദോസ് പാസേജസ്. അപ്പോൾ നമുക്ക് 2 സെക്ഷനായിട്ടാണ് ഈ ഒരു ചാപ്റ്റർ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെക്ഷന് സമ്മറി നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതൊരു റിയൽ ഇൻസിഡൻറ്റ്, ഒരു കർണാടകയിൽ നടന്നിട്ടുള്ളൊരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ചെറിയൊരു സ്റ്റോറിയാണ്. അപ്പോൾ റിയൽ സ്റ്റോറിയാണ്. അപ്പോൾ ഇതൊരു പത്രവാർത്തയിൽ വന്നിട്ടുള്ളൊരു ചെറിയൊരു ഇൻസിഡൻ്റ് ആയിട്ട് ബന്ധപ്പെട്ടൊരു സ്റ്റോറിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് വരാം. തിമ്മാക്ക ആൻഡ് ഹെർ ഹസ്ബൻഡ് ബിക്കാലു ചിക്കിയ, എ ചൈൽഡ്ലെസ് കപ്പിൾ ഓഫ് ഹുലിക്കൽ വില്ലേജ് ഇൻ കർണാടക, decided to adopt children, but the children, those two rare very 284 banyan trees along 3 kilometer stretch of what's now National Highway 48 in Karnataka. The trees filled up a void in their leaves, and just recently Timmaka received the National Citizens Award of Social Forestry from the Prime Minister. അപ്പോൾ ഇതിൽ തിമ്മാക്ക പിന്നെ ഒത്തിരി പ്രായം ചെന്നൊരു ഓൾഡ് ഏജ്ഡ് വുമണാണ്. അപ്പോൾ അവരുടെ ഹസ്ബൻഡ് ബിക്കാലു, അവരൊരു ചൈൽഡ്ലെസ് കപ്പിളാണ്. അവർക്ക് കുട്ടികളില്ലായിരുന്നു. അപ്പോൾ അവർ കുട്ടികളെ ദത്തെടുക്കാൻ വേണ്ടി തീരുമാനിക്കും. പക്ഷെ അവരൊരു വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു, ആരും ചെയ്യാത്ത രീതിയിലുള്ളൊരു കോൺസെപ്റ്റാണ് അവർ ഈ ദത്തെടുക്കലിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിട്ട്. അതായത് അവർ ഡിസൈഡ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ബട്ട് ദേ ചിൽഡ്രൻ ദോസ് ചൂസ് ടു നേർവ് 284 banyan trees along 3 kilometer stretch of what is now National Highway 48 in Karnataka. അവർ 284 ബാനിയൻ ട്രീസ് എന്ന് പറഞ്ഞാൽ ആൽമരം നട്ടുപിടിപ്പിക്കാനാണ് ഇവർ തീരുമാനിച്ചത്. ഏകദേശം 3 കിലോമീറ്ററോളം നീളത്തിൽ 284ഓളം ആൽമരം നട്ടുപിടിപ്പിക്കാൻ തീരുമാനിച്ചു. അതായത് കർണാടകയിലെ 48 നാഷണൽ ഹൈവേയിലാണ് ഇവർ ഇത് വെച്ച് പിടിപ്പിക്കാൻ തീരുമാനിച്ചത്. The trees filled up a void in their leaves, and just recently Timmaka received the National Citizen Award. അപ്പോൾ ഈ ഒരു മരങ്ങൾ പിന്നീട് അവരുടെ ജീവിതത്തിൽ ഒരു ഒഴിച്ചുകൂടാനാവാത്തൊരു ഭാഗമായി തൻ്റെ മക്കളെപ്പോലെ അവരെന്ത് ചെയ്ത് പരിപാലിച്ച് വളർത്തുകയും, പിന്നെ ഈ അടുത്ത കാലത്ത് ഈ തിമ്മാക്ക എന്ന് പറയുന്ന ഈ ലേഡിക്ക് ഒരു നാഷണൽ സിറ്റിസൺസ് അവാർഡ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുടെ കയ്യിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. അപ്പം നമ്മൾ ഈ സ്റ്റോറിയിലേക്ക് പോവാണ്. ഇവർക്ക് ഇങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള മോട്ടിവേഷൻ എന്താണെന്നുള്ളത് നമുക്കൊന്ന് അറിഞ്ഞിട്ട് വരാം. In the 1950s, it was a Timmaka who tired of her neighbors' jibes directed at her childless hit upon the plan. അതായത് 1950 തുടക്കത്തിലാണ് ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത്. ഈ തിമ്മാക്ക എന്ന് പറയുന്ന അവരെന്താണ്, അവർക്ക് ഞാൻ പറഞ്ഞല്ലോ അവർക്ക് ചൈൽഡ്ലെസ് ആയിട്ടുള്ള കപ്പിൾസാണ്. അപ്പോൾ അവരെന്താണ്, നിരന്തരം ആളുകളുടെ കളിയാക്കലുകൾ, എന്തിന് കുട്ടികളില്ല എന്ന് പറഞ്ഞുള്ള വേദനിപ്പിക്കലും കളിയാക്കലുകളൊക്കെ സഹിക്കാൻ പറ്റാതെ അവർ വിഷമിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു. സോ വൈ നോട്ട് പ്ലാന്റ് ബനിയൻ ട്രീസ് ആൻഡ് റെയർ ദം ലൈക്ക് അവർ ചിൽഡ്രൻ. അങ്ങനെ ഇവർ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരികയാണ്. അതായത് ഇങ്ങനത്തെ കുറേ ബാനിയൻ ട്രീസിനെ അവിടെ നട്ടിട്ടുണ്ടെങ്കിൽ സ്വന്തം മക്കളെപ്പോലെ വളർത്തിയാൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇവർ കൊണ്ടുവരികയാണ്. She thought. So the lonely couple decided to plant trees. അങ്ങനെ ഈ കുട്ടികളില്ലാത്ത ഈ ലോൺലി കപ്പിൾസ് അവർ തീരുമാനിച്ചു എന്താണ്, കുറച്ച് പ്ലാന്റ്സ് വച്ച് പിടിപ്പിക്കാം, അല്ലെങ്കിൽ മരങ്ങളെല്ലാം നടാം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇവർ തീരുമാനിച്ചു. തിമ്മാക്കാസ് ഹസ്ബൻഡ് വാസ് എ ഡിസേബിൾഡ് പേഴ്സൺ. തിമ്മാക്കയുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞത് ഒരു ഡിസേബിൾഡ് പേഴ്സൺ ആണ്, ഒരു വികലാംഗനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് പുറത്തു പോയി ജോലിക്കൊന്നും
ജോലി ചെയ്യാനോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള കഴിവൊന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. ഹെൻസ് he had to work as a laborer every day and did not have the time for much else. അതുകൊണ്ട് എന്നാലും അദ്ദേഹം തന്നാൽ കഴിയുന്ന ജോലികളൊക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനും വളരെ കുറച്ച് സമയം മാത്രമേ കിട്ടാറുള്ളായിരുന്നു. But firm in their resolves, they took great pains to dig pits on either side of the road. അങ്ങനെ അവരെന്ത് തീരുമാനിച്ചു? റോഡിന്റെ രണ്ട് വശത്തായിട്ട് കുഴിച്ച് കുറെ മരങ്ങൾ നടാൻ ഇവരെന്ത് ചെയ്തു? തീരുമാനിച്ചു. Their next task was to choose suitable banyan saplings. അങ്ങനെ അവർ കുഴിയെല്ലാം മണ്ണെല്ലാം എടുത്ത് ചെറിയ ചെറിയ കുഴികളൊക്കെ ആക്കി വെച്ചു. ഡിഗ് എന്ന് പറഞ്ഞാൽ കുഴിക്കുക. അങ്ങനെ കുഴികളെല്ലാം ആക്കി വെച്ചിട്ട് പിന്നെ അവരുടെ പിന്നെ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ആൽമരങ്ങളൊക്കെയാണ് നടേണ്ടത് എന്നുള്ള ഒരു ടാസ്കിൽ അവരെത്തി. അങ്ങനെ ദേ ഫൈനലി പ്ലാന്റഡ് 300 saplings ആൻഡ് പുട്ട് അപ്പ് തോണി ബുഷസ് അറൗണ്ട്. അങ്ങനെ ഏകദേശം 300ഓളം വെറൈറ്റീസ് ഓഫ് ആൽമരങ്ങൾ, വെറൈറ്റീസ് അല്ല 300 തരത്തിലുള്ള ആൽമരങ്ങൾ അവർ വെച്ച് പിടിപ്പിക്കുകയും അതിനിടയ്ക്കായിട്ട് തോണി ബുഷസ് അറൗണ്ട്, തോണി എന്ന് പറഞ്ഞാൽ മുൾച്ചെടികൾ, മുള്ളുള്ള ചെടികൾ, അങ്ങനെയുള്ള ചെടികളും അവരെന്ത് ചെയ്തു? വെച്ച് പിടിപ്പിച്ചു. ടു എൻഷുർ ദാറ്റ് ദ കാറ്റൽ ഡിഡ് നോട്ട് ഈറ്റ് അപ്പ് ദ ടെൻഡർ ട്രീസ്. അതായത് ഈ മരത്തിനെ ഒരു എന്താ പറയുക, ഒരു തണലിന് വേണ്ടിയിട്ടും കൂടെയാണ് ഈ തോണി പ്ലാന്റ്സ്, അതായത് തോണി പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുള്ളുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചു. തിമ്മാക്ക ബ്രോട്ട് വാട്ടർ ഇൻ പോട്ട്സ് ഫ്രം എ ലോങ് ഡിസ്റ്റൻസ് ആൻഡ് പോർഡ് ഇറ്റ് ദ ഫുട്ട് ഓഫ് ദ സാപ്ലിങ്സ് എവ്രി ഡേ. അങ്ങനെ ഇവരെന്നും ഈ തിമ്മാക്ക എന്ന് പറയുന്ന ഈ സ്ത്രീ എന്നും എന്ത് ചെയ്യും? ഒരുപാട് ഡിസ്റ്റൻസ്, ഒരുപാട് ദൂരെയാണ് ഇവരുടെ വീട്. അവിടെ നിന്ന് പോട്ടിലെ ചെറിയ കുടത്തിലൊക്കെ വെള്ളമൊക്കെ കൊണ്ടുവന്ന് എന്നും അതിനെന്ത് ചെയ്യും? നനയ്ക്കുമായിരുന്നു. ഡ്യൂറിങ് ദ റെയിനി സീസൺ ഷീ പോക്കറ്റ് അറ്റ് ദ റൂട്ട്സ് ഓഫ് ദ ട്രീസ് ടു മേക്ക് ദം എ ഡീപ്പ് ആൻഡ് ആസ് ദ ഏരിയ വാസ് നോട്ട് ഫെൻസഡ്. അങ്ങനെ മഴയുള്ള സമയത്താണെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിന്ന് വരുന്ന, നമുക്കറിയാമല്ലോ ആൽമരത്തിൻ്റെ മുകളിൽ നിന്ന് വേരുകൾ വരുമല്ലോ, അപ്പോൾ അതിനൊക്കെ കെയർ ചെയ്യുകയും അതിനൊക്കെ എപ്പോഴും തലോടെയും, റെയിനി സീസൺ ആയാലും വേനൽക്കാലം ആയാലും എപ്പോഴും ഇവരതിനെ എന്ത് ചെയ്യും? സ്വന്തം മക്കളെ പോലെ അതിനെ വളർത്തി വേണ്ട കാര്യങ്ങളൊക്കെ വെള്ളം കൊടുത്ത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ആസ് ദ ഏരിയ വാസ് നോട്ട് ഫെൻസ്ഡ് ഷീ കെപ്റ്റ് എ കോൺസ്റ്റന്റ് വിജിൽ ആൻഡ് നഴ്സർഡ് ദ പ്ലാന്റ്സ് ഫോർ 10 years. അങ്ങനെ 10 വർഷത്തോളം ഇവരെന്ത് ചെയ്തു? ആ ഒരു ചെടികളെ വളർത്തി പരിപാലിച്ചു. അങ്ങനെ ഏകദേശം അതൊരു വളർന്ന് നല്ലൊരു മരം പോലെയായി. ഇറ്റ് വാസ് ടൈം സ്പെൻഡ് വെൽ ആസ് ഇറ്റ് ഗേവ് ഹെർ ഫുൾഫിൽമെൻറ്റ് ആൻഡ് പ്രൈഡ്. അങ്ങനെ അവർക്കതൊരു അവരുടെ ഫുൾഫിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ആഗ്രഹ സഫലീകരണമാവുകയും പിന്നെ അവർക്ക് തന്നെ സ്വയം ഒരു അഭിമാനവും സന്തോഷമൊക്കെ തോന്നുന്നൊരു നിമിഷമായി മാറി. ഈവൻ ആസ് ദ കപ്പിൾ നഴ്സഡ് ദ സാപ്ലിങ്സ് ഷീ വാസ് വർക്കിംഗ് ഇൻ എ ക്വാറി ഫോർ ദെയർ ഹാൻഡ് ടു മൗത്ത് എക്സിസ്റ്റൻസ്. അപ്പം ഇതോടൊപ്പം തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഈ ചെടികളോടൊപ്പം തന്നെ ഈ മരങ്ങളെ പരിപാലിക്കുന്നതിനോടൊപ്പം തന്നെ അടുത്തുള്ളൊരു ക്വാറിയിൽ അവരെന്ത് ചെയ്തു? സ്ഥിരം ജോലിക്കും കൂടെ പോകുമായിരുന്നു. അപ്പം അതിനിടയ്ക്കാണ് ഇത്രയും ഹാർഡായിട്ടുള്ളൊരു ടാസ്ക് ഏറ്റെടുക്കുകയും അതിലവർ വിജയം കണ്ടെത്തുകയും ചെയ്തത്. ഇഫ് ഷീ കുഡ് നോട്ട് ഗോ ടു ദ ക്വാറി ദേ വുഡ് ഹാവ് നത്തിങ് ടു ഈറ്റ് ദാറ്റ് ഡേ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ അവർക്ക് ദിവസം കഴിക്കാനൊന്നും എന്താ പറയുക വക ഉണ്ടാവില്ല. ഹസ്ബൻഡ് ചെറിയ ജോലികൾ മാത്രം, വലിയ ശമ്പളമൊന്നും ഇല്ലാത്ത ജോലിയാണ് ചെയ്യുന്നത്. ബിക്കോസ് അവർക്ക് ഹാർഡായിട്ടുള്ള ജോലിയൊന്നും ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അദ്ദേഹം ഒരു വികലാംഗനായിരുന്നു. ട്രൂ, ഹെർ വർക്ക് വാസ് ബാക്ക് ബ്രേക്കിംഗ് ബട്ട് ഷീ കുഡ് നോട്ട് നിഗ്ലക്റ്റ് ഓഫ് ട്രീസ് ഈതർ. പക്ഷെ അവരുടെ ജോലി എന്ന് പറയുന്നത് ക്വാറിയിലെ ജോലി എന്തായിരുന്നു? ഭയങ്കര ഹാർഡായിരുന്നു. എന്നിട്ട് പോലും ഇവർ എന്ത് ചെയ്ത്? ഈ ചെടികളെ പരിപാലിക്കുന്നതിനൊന്നും പിന്തിരിയാനൊന്നും അവർ തയ്യാറായില്ല. ഷീ വുഡ് ഗോ ടു ദ കുഡൂർ റോഡ് ആൻഡ് അറ്റൻഡ് ടു ദ സാപ്ലിങ്സ് ബിഫോർ ദ ബ്രേക്ക് ഓഫ് ഡൗൺ. അതായത് രാവിലെ സൂര്യോദയത്തിന് മുമ്പും ഒക്കെ എന്ത് ചെയ്ത്? എപ്പോഴും സൂര്യാസ്തമയത്തിന് ശേഷമൊക്കെ അവർ രണ്ട് നേരത്തും എന്ത് ചെയ്യും? ഈ ട്രീസിനെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ സ്ഥലത്ത് എത്തുമായിരുന്നു. ആൻഡ് ദ ട്രീസ് ലൈക്ക് ചിൽഡ്രൻ ഹൂ ലിവ് ഇൻ ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് ലവ് ആൻഡ് കെയറിങ് റെസ്പോണ്ടഡ് ടു ഹെർ കോൾ ആൻഡ് ഗ്രൂ അപ്പ്. അങ്ങനെ ഇവരുടെ ഒരു പരിപാലനത്തിൽ കൂടെ ആ ട്രീസ് എന്ത് ചെയ്തു? വളരാൻ തുടങ്ങി. നിരന്തരമുള്ള എന്താ പറയുക പരിപാലനത്തിലൂടെ നല്ലൊരു റിസൾട്ട് ഇവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. ഈ 300ഓളം വരുന്ന മരങ്ങളെ സ്വന്തം മക്കളെ പോലെ എന്ത് ചെയ്തു? പരിപാലിച്ച് വളർത്തിയവർ.
Now in the now in the prime of their lives, the 284 that to crude provide a green canopy of 3 kilometer. അങ്ങനെ കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ, ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ എന്തായി, 284ഓളം ആൽമരങ്ങൾ അല്ലേ, ഒരു നല്ലൊരു ഗ്രീൻ കനോപ്പി, ഒരു ഗ്രീൻ സീനറി ആയിട്ട് നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു 3 കിലോമീറ്ററോളം നീളത്തിൽ നല്ല രീതിയിൽ എന്ത് ചെയ്ത് വളർന്ന് പന്തലിച്ച്, നെസ്റ്റസ് ഫോർ ബേർഡ്സ് ആൻഡ് പ്രിവെന്റ് സോയിൽ ഇറോഷൻ. പിന്നെ ഇത് എന്തിനും കൂടെ കാരണമായി, ഒരുപാട് കിളികൾ ഈ മരത്തിൽ വന്ന് കൂട് കൂട്ടില്ലേ. നെസ്റ്റസ് ഫോർ ബേർഡ്സ് എന്നാൽ കിളി, നെസ്റ്റ് എന്ന് പറഞ്ഞാൽ കിളിക്കൂട്. ഒരുപാട് ബേർഡ്സുകൾ വന്ന് ഇവരെ കൂട് കൂട്ടി. ആൻഡ് പ്രിവെന്റ് ദ സോയിൽ ഇറോഷൻ, ഒരുപാട് മഴകളൊക്കെ മഴയും വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോഴെന്തായി, മണ്ണൊലിപ്പ് തടയാനും ഇതൊരു കാരണമായി. They are also worth an estimate of rupees 1885 crore. അവർക്ക് ഏകദേശം എന്ത് ചെയ്ത് അവർക്ക് ഒരു 85 കോടിയോളം ഇതിന്നൊരു വരുമാനം പോലെ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഇതിനുള്ള എസ്റ്റിമേറ്റിൻ്റെ കണക്കാണ് പറയുന്നത്. ഇനി നമുക്ക് സെക്ഷൻ സിയിൽ നോക്കാം. അതിനു മുമ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മളത് നോട്ട്സ് തരുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവും. അപ്പോൾ നിങ്ങളിത് വായിച്ച് നോക്കുക, എന്നിട്ട് ആൻസർ കണ്ടെത്തുക. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിഡ് ദ കപ്പിൾ ലുക്ക് ആഫ്റ്റർ ദ സാപ്ലിങ്സ് ബിക്കോസ് ദ ഏൺഡ് മണി ഫ്രം ഇറ്റ് ഗേവ് ദം ഹാപ്പിനെസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ, ഇറ്റ് വുഡ് ഗെറ്റ് ദം ആൻ അവാർഡ്. അതായത് ഡിഡ് ദ കപ്പിൾ ടുക്ക് ആഫ്റ്റർ ദ സാപ്ലിങ്സ് ബിക്കോസ്, അതായത് ഈ മരങ്ങളെ വെച്ച് പിടിപ്പിക്കാനുള്ളൊരു തീരുമാനം ഇവരെടുക്കാനുണ്ടായ കാരണം എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിൽ പറയുന്നത് ദേ ഏൺഡ് മണി ഫ്രം ഇറ്റ്, അവർ പറയുന്നത് എന്താണ്, ഇതിന്ന് പണം സമ്പാദിക്കാനാണെന്നാണ് പറയുന്നത്. പക്ഷെ അതല്ല, ഇറ്റ് ഗേവ് ദം ഹാപ്പിനെസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ, ഇറ്റ് വുഡ് ഗെറ്റ് ദം ആൻ അവാർഡ്. ഒരു അവാർഡ്, മൂന്നാമത്തതാണോ ശരി? അതുമല്ല, ഇറ്റ് വുഡ് ഗെറ്റ് ദം ആൻ അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടല്ല, അവർക്ക് എന്തിനു വേണ്ടി, അവർക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷനും ഒരു ഹാപ്പിനെസ്സിനും വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിങ്ങനെ വായിച്ച് നോക്കുക, സിമ്പിളാണ്. ഇനി സെക്ഷൻ 2 ഉണ്ടത്, അതിലെന്താണെന്നുള്ളത് നോക്കാം. As you know, scientists are now conducting all kinds of experiments to see if life can be found anywhere else in universe. Naturally, it is easier to explore our own solar system for signs of life than its probe outer space. And one of the places where some scientists believe a form of life might be found is the planet Mars. അതായത് ഇനി പറയാൻ പോകുന്ന സെക്ഷൻ 2 പറയുന്നത് വേറൊരു ഇതാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, സയൻറ്റിസ്റ്റ് ആർ നൗ കണ്ടക്ടിങ് ഓൾ കൈൻഡ് ഓഫ് എക്സ്പെരിമെൻറ്റ്സ് ടു സീ ഇഫ് ലൈഫ് ക്യാൻ ബി ഫൗണ്ട് എനിവെയർ എൽസ് ഇൻ ദ യൂണിവേഴ്സ്. അതായത് ഇന്ന് ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട് അല്ലേ. അതായത് അവർ നിരന്തരം എന്താണ് അവർ കണ്ടുപിടിക്കുന്നത്, നിരന്തരം അവരിങ്ങനെ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാണ് അല്ലേ. അതായത് നമ്മുടെ ലോകത്തിനും അപ്പുറം വേറെ ഒരു ലോകമുണ്ട്, അവിടെ ഒരു ലൈഫ്, ഒരു എക്സിസ്റ്റൻസ് ഉണ്ടെന്നുള്ളൊരു സത്യം, അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം അവർ സെർച്ച് ചെയ്യാൻ നിരന്തരം അവർ ചെയ്യുന്നുണ്ട്. പല പരീക്ഷണങ്ങളും എക്സ്പെരിമെൻറ്റും ഒക്കെ നടത്തുന്നുണ്ട്. നാച്ചുറലി ഇറ്റ് ഈസ് ഈസിയർ ടു എക്സ്പ്ലോർ അവർ ഓൺ സോളാർ സിസ്റ്റം ഫോർ സയൻസ് ഓഫ് ലൈഫ് ദാൻ ഇറ്റ് ഈസ് ടു പ്രോബ് ഔട്ടർ സ്പേസ്. നമ്മുടെ സ്പേസിന് അപ്പുറത്തേക്കൊരു ലോകവും നമ്മുടെ സോളാർ സിസ്റ്റം പോയിട്ടുള്ളൊരു എന്താ പറയുക റെവല്യൂഷൻ ഉണ്ടെന്നുള്ളൊരു ഒരു കാര്യം അവരെന്ത് ചെയ്യുന്നുണ്ട്, നിരന്തരം പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് വൺ ഓഫ് ദ പ്ലേസ് വെർ സം സയൻറ്റിസ്റ്റ് ബിലീവ്സ് എ ഫോം ഓഫ് ലൈഫ് മൈറ്റ് ബി ഫൗണ്ട് ഇസ് ദ പ്ലാനറ്റ് മാർസ്. അപ്പോൾ നമുക്കറിയാം ഒരുപാട് സയൻറ്റിസ്റ്റ്, ഒരുപാട് ആൾക്കാർ ചൊവ്വയിലേക്കൊക്കെ പോകാനുള്ള ദൗത്യത്തിലൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അവിടെ ഒരു ജീവിതം സാധ്യമാണ്, ഭൂമിയിലുള്ളത് പോലെ ഒരു ജീവിതം ചൊവ്വയിലും ഇൻ ഫ്യൂച്ചറിൽ സാധ്യമാവുന്നുള്ളൊരു കണ്ടുപിടുത്തത്തിൻ്റെ, അങ്ങനെ സാധ്യമാവാനുള്ളൊരു എന്താ പറയുക എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നാണ് സയൻറ്റിസ്റ്റ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചത്. വൈ ഡിഡ് ദേ പിക്ക് മാസ്? അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവർ മാസിനെ ചൂസ് ചെയ്തത് അല്ലേ, ചൊവ്വയെ ചൂസ് ചെയ്യാൻ എന്തുകൊണ്ടാണ് കാരണം? വെൽ, മാസ് ഇസ് കൺസിഡർഡ് ടു ബി എ സോർട്ട് ഓഫ് ട്വിൻ ഓഫ് അവർ ഓൺ പ്ലാനറ്റ് എർത്ത്. അതായത് എർത്തിനായിട്ട് അതിനൊരു ട്വിൻ സിസ്റ്റർ അല്ലെങ്കിൽ ഒരു ട്വിന്നായിട്ടാണ്, ഒരു ഇരട്ട പോലെയാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ഒരേ രീതിയിലുള്ള എന്താ പറയുക ഒരു നേച്ചറാണ് ഭൂമിക്കും
ചൊവ്വയ്ക്ക് ഉള്ളത്. ഇറ്റ് ഈസ് ദ നെക്സ്റ്റ് പ്ലാനറ്റ് ബിയോണ്ട് ദ എർത്ത് ഇൻ ഡിസ്റ്റൻസ് ഫ്രം ദ സൺ. മാസ് ഇസ് അബൌട്ട് ദ ഡയമീറ്റർ ഓഫ് എർത്ത് ആൻഡ് ദ റൊട്ടേറ്റ്സ് അറൌണ്ട് ദ സൺ ഇൻ ജസ്റ്റ് അണ്ടർ 2 years. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഭൂമിയായിട്ട് ഒരുപാട് സാമ്യമുള്ള മറ്റൊരു ഗ്രഹമാണ് ഇത് മാസ്. അത് നിരന്തരം സൂര്യന് ചുറ്റും 2 വർഷത്തിൽ കൂടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്. ബട്ട് മാസ് ഹാസ് എ ഡേ ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ഇൻ ലെങ്ത് ടു അവർ ഡേ ഹിയർ ഓൺ എർത്ത്. അതേപോലെ നമ്മുടെ ദിവസത്തിൽ ഉണ്ടാകുന്ന അതേ ലെങ്ത് തന്നെയാണ് മാസിൽ ദിവസങ്ങൾക്കും രാത്രികൾക്കും പകലുകൾക്കും ഒക്കെ ഉള്ളതെന്നാണ് പറയുന്നത്. അവിടെ സൂര്യൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇൻ ഒബ്സർവിങ് മാസ്, astronomers have noticed certain things that indicate a form of life may be possible there. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, നാളെ ഉദ്ദേശിക്കുന്നത് വരും വർഷങ്ങൾ അല്ലെങ്കിൽ വരും വർഷങ്ങളിലൊക്കെ എന്ത് ചെയ്യും, അവിടെ ജീവൻ സാധ്യമാവുന്നുള്ളൊരു പോസിബിലിറ്റി സയൻറ്റിസ്റ്റൊക്കെ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, മാസ് ഹാസ് സീസൺസ് ലൈക്ക് ദ എർത്ത്. അതിന് ഒരു കാരണം എന്താണ്, നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്ന പോലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളും മാറ്റങ്ങളും സീസൺസും ഒക്കെ എവിടെയുണ്ട്, മാസിലും ഉണ്ടെന്നാണ് പറയുന്നത്. ഇൻ ഫാക്ട്, ആസ് ദ സീസൺ ചേഞ്ചസ് ഇൻ മാസ്, ദർ സീം ടു ബി ചേഞ്ചസ് ഓൺ ഇറ്റ്സ് സർഫസ്. ദ ഡാർക്ക് ഏരിയാസ് ഗോട്ട് സ്ട്രോങ്ങർ ഇൻ ദ സ്പ്രിംഗ് ആൻഡ് സമ്മർ ആൻഡ് ദ കളർ ചേഞ്ചസ് ഫ്രം ബ്ലൂയിഷ് ഗ്രീൻ ടു യെല്ലോ. കുഡ് ദിസ് ബി വെജിറ്റേഷൻ? അതായത് അവിടെയും എന്തുണ്ട്, ഈ സൂര്യന് ഇങ്ങനെ കറങ്ങുമ്പോൾ രാവും പകലും ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ സീസൺസ് ഒക്കെ മാറി മാറി വരും. അതായത് ദ ഡാർക്ക് ഏരിയാസ് ഗെറ്റ് സ്ട്രോങ്ങർ ഇൻ ദ സ്പ്രിങ്. അതായത് ഡാർക്ക് ഏരിയ, ഇരുണ്ട പ്രദേശങ്ങളൊക്കെ എന്ത് ചെയ്യും, ഭയങ്കര സ്ട്രോങ് ആവും സ്പ്രിങ് സീസണിൽ. പിന്നെ സമ്മർ ആയിട്ട് അത് ചേഞ്ച് ആവും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മാസം ഒരു ബ്ലൂയിഷ് കളറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു യെല്ലോ കളറായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇതൊരു വെജിറ്റേഷൻ പ്രോസസ് ആണെന്നാണ് അവർ പറയുന്നത്. ആസ്ട്രോണമേഴ്സ് ഓൾസോ ബിലീവ്സ് ദാറ്റ് ദർ ഈസ് അറ്റ്ലീസ്റ്റ് എ സ്മോൾ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഓഫ് മാസ് ആൻഡ് ദിസ് വുഡ് ബി ഹെൽപ്ഫുൾ ഇൻ സപ്പോർട്ടിങ് ലൈഫ്. അതേപോലെ ചില അസ്ട്രോണമേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ അറിയില്ലേ? അസ്ട്രോണമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജ്യോതിഷ പണ്ഡിതന്മാരൊക്കെ അല്ലേ, അവരൊക്കെ എന്താ ചെയ്യുന്നത്, ഓൾസോ ബിലീവ്സ് ദാറ്റ് ദെയർ ഈസ് അറ്റ്ലീസ്റ്റ് എ സ്മോൾ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അതായത് ഈ ബഹിരാകാശത്തൊക്കെ പോകുന്ന ആളുകളൊക്കെ ആസ്ട്രോണറ്റ്സ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത്, ബഹിരാകാശ സഞ്ചാരികളൊക്കെ പറയുന്നത് എന്താണ്, അവിടെയും എന്താണ്, അന്തരീക്ഷത്തിലുള്ള പോലെ സ്മോൾ ആയിട്ടുള്ള വേപ്പർ എന്ന് പറഞ്ഞാൽ ഈർപ്പം, അറ്റ്മോസ്ഫിയറിൽ ഭൂമിയിൽ കാണുന്ന പോലെയുള്ള ഈർപ്പം ഉണ്ടാവും. അപ്പോൾ ഈ ഈർപ്പം എന്താണ്, ജീവികൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നേച്ചറിലുള്ളതാണെന്നാണ് പറയുന്നത്. Then too, in 1887, an Italian astronomer Giovanni reported seeing marking on the surface of Mars the resembled canals. അതായത് 1887 ഒരു ബഹിരാകാശ സഞ്ചാരിയായ ജിയോവാനി റിപ്പോർട്ടഡ് സെയിം മേക്കിംഗ് ഓൺ ദ സർഫസ് ഓഫ് മാസ് അറ്റ് ദ റിസംബിൾഡ് കനാൽസ്. അദ്ദേഹം എന്താ പറയുക, ഒരു കനാൽസിൻ്റെ ഒരു ചെറിയൊരു സാന്നിധ്യം, അതായത് വെള്ളത്തിൻ്റെ ചെറിയൊരു സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. Could these have been built by Martians in order to carry water from the polar region to the desert areas? അതായത് ഭാവിയിൽ ചൊവ്വയിൽ ആൾതാമസം ഉണ്ടെങ്കിൽ എന്താണ്, ഈ കണ്ടെത്തിയ വെള്ളം ഇത് ഡെസേർട്ട് ഏരിയ, വെള്ളം ഇല്ലാത്ത ഭാഗത്തോട്ടൊക്കെ കൊണ്ടുപോകാൻ സാധ്യമാവുമെന്നാണ് പറയുന്നത്. In 1976, 2 American Viking space probes landed on the surface of Mars. The instruments in the space probes searched the surrounding soils of signs of life and radioed their result back to the Earth. അതായത് ഇൻ 1976 2 അമേരിക്കൻ സ്പേസ് ട്രാവലേഴ്സ് എന്ത് ചെയ്തു, മാസിൽ ലാൻഡ് ചെയ്തു, ചൊവ്വയിൽ പോയിട്ടുണ്ടായിരുന്നു. ദ ഇൻസ്ട്രുമെന്റ്സ് ഇൻ ദ സ്പേസ് പ്രോബ് സെർച്ച്ഡ് ദ സറൗണ്ടിങ് സോയിൽസ് ഓഫ് സൈൻസ് ഓഫ് ലൈഫ് ആൻഡ് റേഡിയേറ്റ് ദ റിസൾട്ട് ബാക്ക്
ബാക്ക് ടു എർത്ത്, അതായത് ഭൂമിയിലുള്ളതുപോലുള്ള സിഗ്നൽസും വേരിയേഷൻസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതുപോലെ മണ്ണിൻ്റെ സാന്നിധ്യമൊക്കെ ഭൂമിയിലുള്ളതുപോലത്തെ ആണെന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തം ഇവരെന്ത് ചെയ്ത് കണ്ടുപിടിക്കുകയുണ്ടായി. These results showed that either there are germs in the soil or that the soil is very unusual and not like that on earth. എർത്തിലെ പോലെ തന്നെ ആണെങ്കിലും അതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടെ ജേംസ് ഒക്കെ ഉള്ള രീതിയിലുള്ളൊരു സോയിലാണ്. പക്ഷെ എർത്തിലെ പോലെ അല്ല എക്സാക്ട്, പക്ഷെ അതിനൊരുപാട് മാറ്റങ്ങൾ വരുമ്പോൾ ഇനി അത് ഭൂമിയിലുള്ളത് പോലെ ആവും എന്നുള്ള ഒരു കണ്ടുപിടുത്തം കൂടെ ഇവർ നടത്തിയിട്ടുണ്ട്. ഇഫ് ലൈഫ് ഡസ് എക്സിസ്റ്റ് ഓൺ മാസ് ഇറ്റ് വുഡ് ബി എ വെരി സിമ്പിൾ ഫോം ഓഫ് ലൈഫ്. അതായത് ഇനി ഭാവിയിൽ ചൊവ്വയിൽ ജീവൻ്റെ അംശം ഉണ്ടാവുകയാണെങ്കിൽ അതൊരു ഭയങ്കര ഒരു പ്രത്യേക എന്താ പറയുക, അതിന് നമ്മളൊരു അതിശയിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ 2 രീതിയിലുള്ള പാസേജസ് ആണ് തരുന്നത്. ഒന്ന് തിമ്മാക്കയുടെ ഒരു ചെറിയൊരു സ്റ്റോറി, അവരെന്തിനു വേണ്ടിയിട്ടാണ് ഈ 284 പ്ലാന്റ്സ്, ഈ ആൽമരങ്ങൾ വെച്ച് പിടിപ്പിച്ചത്, അതിന് അവർക്കുണ്ടായ മോട്ടിവേഷനും കാര്യങ്ങളാണ് പറയുന്നത്. രണ്ടാമതായിട്ട് ചൊവ്വയിലുണ്ടാവുന്ന ലൈഫിൻ്റെ സാന്നിധ്യം, അതിൻ്റെ കണ്ടുപിടുത്തങ്ങൾ, അവിടെ ലൈഫ് എക്സിസ്റ്റൻസ് ആവുമോ എന്നുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നിങ്ങൾക്ക് നോട്ട്സും ഇതൊക്കെ തരുമ്പം കൂടുതൽ മനസ്സിലാവും. വേറെ ഗ്രാമറോ വേറെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ സാധ്യതയില്ല. ഒന്ന് വായിച്ച് നോക്കുമ്പോൾ ഇതെന്താ നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് എല്ലാവരും വായിച്ച് നോക്കുക. താങ്ക് യു.